സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്ക് സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയുന്നവർ, ഇസ്രായേലിൻ്റെ വചനം, ഇസ്രായേലിൽ നിന്നും വന്നെത്തിയ വചനത്തെ കയ്യിലിരിക്കുന്ന ഏതൊരാൾക്കും ഇന്നത്തെ ദിവസം, ഈ സ്വസ്ഥത ദിവസം ആവശ്യം തന്നെയാണ്. കാര്യം ഇന്ന് ശബാത്ത് ദിവസമാണ്. ഇന്നാണ് വിശുദ്ധ ദിവസം, സ്വസ്ഥത ദിവസം ദൈവത്തിൻ്റെ. ഈ ദിവസത്തെ മാനിക്കുന്ന, ഈ ദിവസത്തെ അനുസരിക്കുന്ന ഏതൊരു മനുഷ്യനും ഭാഗ്യവാനാണ്. ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയ അന്നു മുതൽ, ഇപ്പോൾ ഒരു 6 വർഷമായി, അന്നു മുതൽ ഇന്ന് വരെയും ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനും ദൈവം പറഞ്ഞിരിക്കുന്ന ഈ കൽപ്പന അനുസരിക്കുവാൻ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചു തന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയുവാനും, ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച അന്ന് മുതൽ നല്ല ധൈര്യമുണ്ട് മനസ്സിൽ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിജീവിച്ച് പോകുവാൻ കർത്താവ് നല്ല ധൈര്യം തരുന്നുണ്ട്. 6 വർഷമായി ഈ കൽപ്പന അനുസരിക്കാൻ തുടങ്ങിയിട്ട്. അതിനോടകം പല പ്രശ്നത്തിൽ കൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ വന്നു, ഇഞ്ചക്ഷൻ എടുത്തില്ല. അത് കാരണം ഭയങ്കരമായി കൊറോണ 2 ദിവസം ബാധിച്ച് ആഹാരം പോലും കഴിക്കാതെ കിടപ്പായി. എന്നിട്ടും ആശുപത്രിയിലോ മറ്റൊന്നിലും ആശ്രയിക്കാതെ ഇസ്രായേലിൻ്റെ ദൈവത്തിൽ ആശ്രയം വെച്ചതിനാൽ അവിടുന്ന് അന്ന് സൗഖ്യം കിട്ടി. അത് കഴിഞ്ഞ് 10 വർഷമായി കണ്ണിന് കാഴ്ച കുറവായപ്പോൾ മുതൽ കണ്ണാടി വെച്ച് ഇങ്ങനെ വരുമായിരുന്നു. 1.5 വർഷം മുമ്പ് ഒരു കണ്ണിന് തീരെ കാഴ്ച കുറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ജീവനുള്ള ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഈ ദൈവത്തിൽ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഈ കണ്ണാടിയിൽ ആശ്രയിക്കുന്നത്? ഇനി കാഴ്ച പ്രാപിച്ചാലും പ്രാപിച്ചില്ലെങ്കിലും ഈ കണ്ണാടി എടുത്ത് കളയുക എന്ന് തീരുമാനിച്ച് ആ കണ്ണാടി മാറ്റിക്കളഞ്ഞു. അതോടുകൂടി ഇപ്പോൾ 1.5 വർഷമായി കണ്ണിന് കാഴ്ചയുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളിൽ കൂടെയും കടന്നു വരികയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ട്രോക്ക് വന്നു. തലയുടെ ഒരു ഭാഗം താഴോട്ട് കണ്ണിൻ്റെ അവിടുമായിട്ട് സ്ട്രോക്ക് വന്നു. ആ ദിവസം 3-4 ദിവസം നല്ല നീരും നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. കണ്ണിൻ്റെ അവിടെല്ലാം നല്ല നീരായിരുന്നു. ആശുപത്രിയിൽ പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അത് സൗഖ്യം കിട്ടി. അത് കഴിഞ്ഞ് രണ്ടാമതും അതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന് അതിനും 3-4 ദിവസം കഴിഞ്ഞപ്പോൾ സൗഖ്യം കിട്ടി. കാര്യം ദൈവത്തിൽ എത്രയും ആശ്രയം വെക്കുന്നു അത്രയും നമുക്ക് ധൈര്യം കിട്ടും. ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാനും ആ ഇസ്രായേലിൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ക്രൈസ്തവർ എല്ലാം തള്ളിക്കളഞ്ഞ 4-ാം കൽപ്പന ശബത്ത് എന്ന് വെച്ചാൽ സ്വസ്ഥത. ഈ ദിവസമെന്ന് പറയുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെയാണ്. ഈ സ്വസ്ഥത ഇസ്രായേലിൻ്റെ ദൈവം അവർക്ക് കൊടുത്ത കൽപ്പന. ഇത് അവർക്ക്, ഈ വചനങ്ങളൊക്കെ അവർക്ക് എഴുതി കൊടുത്തെങ്കിലും ഇതിൽ പ്രവേശിക്കുന്ന ഏതൊരാൾക്കും ഇത് ആവശ്യം തന്നെയാണ്.
ആദ്യം യെശയ്യാ പ്രവചനം 56-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ ശബത്തിനെ ഫോളോ ചെയ്യുന്നവർ ഏത് മനുഷ്യനും ഭാഗ്യവാനാണ്. അതുപോലെ തന്നെ ജാതികളായാലും ഷണ്ണന്മാരായാലും എല്ലാവരെയും ഈ ശബത്തിനെ ഫോളോ ചെയ്യുന്ന ആർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന ആ വലിയ രക്ഷ ദൈവത്തിൻ്റെ മക്കളെക്കാട്ടിലും ജ്ഞാപകമായൊരു ജ്ഞാപകവുമൊക്കെ നൽകുമെന്നാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശാശ്വത നാമം തന്നെയാണ് നൽകുന്നത്. ആ മതിലകങ്ങളിൽ വസിക്കുവാൻ, ആ കോട്ടയ്ക്കകത്ത് വസിക്കുവാനാണ് നമുക്ക് തന്നിരിക്കുന്ന സൗഭാഗ്യമെന്ന് പറയാം. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായി മനസ്സിലായി, ഈ ഇസ്രായേലിൻ്റെ ദൈവത്തോട് തന്നെ ചേരുക. ക്രൈസ്തവർ പറഞ്ഞു തരുന്ന ഈ ദിവസങ്ങളും കൽപ്പനകളും ഈ ഞായറാഴ്ച ദിവസങ്ങളും ഇതൊക്കെ ആരോ നേരത്തെ തന്നെ മാറ്റിക്കളഞ്ഞു. ദൈവത്തിൻ്റെ നാമവും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമൊക്കെ മാറ്റി, പേരുകളൊക്കെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തോ കൈകടത്ത് നടത്തിയിട്ടുണ്ട്. അതുകാരണം എനിക്ക് മനസ്സിലായി, ഈ ഇസ്രായേലിൻ്റെ ദൈവത്തോട് ചേരുക, ഈ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളത്. സഹിഷ്ണുതയുള്ള വചനം കാത്തുകൊണ്ടാൽ ഞാൻ നിന്നെ കാക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം. മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും കർത്താവ് നൽകും. അതിനാൽ ഈ ശരീരം കർത്താവിന് യാഗമായി സമർപ്പിച്ചു. ഇനി ഈ ശരീരത്തെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, അല്ലെ രോഗം വന്നാൽ എന്തു ചെയ്യും, ഇതൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന് ഈ ശരീരം സമർപ്പിച്ചു. ഇനിയിപ്പോൾ ആത്മാവ് ആ നിത്യതയിലെത്തണം. അതാണ് എൻ്റെ വിഷയം. ആ നിത്യതയിൽ പ്രവേശിക്കണം. അതിന് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, കർത്താവിൻ്റെ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ദൈവരാജ്യത്ത് ഏറ്റവും വലിയൊരു പദവിയാണ് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നത്. എബ്രായർ ലേഖനമൊക്കെ വായിക്കുമ്പോൾ കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലാം ഈ സ്വസ്ഥത ആവശ്യം തന്നെയാണ്. അപ്പൊസ്തലന്മാരും ദൈവത്തിൻ്റെ പുത്രനായ യേശുവായും ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വസ്ഥത ആവശ്യം തന്നെയാണ്. ഇത് പിശാച് തന്ത്രപൂർവ്വം മറച്ചിരിക്കുകയാണ്. മനുഷ്യനെ തെറ്റിച്ച്, മനുഷ്യൻ്റെ കണ്ണുകളും ഹൃദയങ്ങളുമൊക്കെ കവർന്ന് അവൻ കൊണ്ടുത്തരുന്ന ആഡംബര ജീവിതങ്ങളും ഇതൊക്കെ അനുഭവിച്ച് ദൈവം പറയാത്ത ദിവസം, ഞായറാഴ്ച ദിവസം ദൈവം പറഞ്ഞ ദിവസമല്ല, ബൈബിളിൽ എഴുതിയിരിക്കുന്ന ശനിയാഴ്ച ദിവസമാണ് ആരാധന, വിശുദ്ധ ദിവസം, സ്വസ്ഥത ദിവസം. യഹൂദന്മാർക്കറിയാം അത് ശനിയാഴ്ച ദിവസം. അവരിപ്പോഴും ആ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ആ കൽപ്പന കൊടുത്തിരിക്കുന്ന ആ സ്വസ്ഥത, ആ ശബാത്ത്, 4-ാം കൽപ്പന, അവരിപ്പോഴും ആ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ നോക്കി മുൻപോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു മാർത്തോമ സഭയിലാണ് പൊക്കോണ്ടിരുന്നത്. ഇപ്പോഴൊരു 3-4 വർഷമായി ഒരു സഭയിലും പോകുന്നില്ല. കാര്യം ഈ കൽപ്പന അനുസരിക്കാതെ ഇരിക്കുന്ന ഏത് ക്രൈസ്തവൻ്റെയും ചർച്ചിൽ പോകാൻ തയ്യാറല്ല. കാര്യം ഈ കൽപ്പന തള്ളിക്കളഞ്ഞ് ഞായറാഴ്ച ദിവസമാണ് അവർ ആരാധിക്കുന്നത്. ഞാൻ ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നത്. അതിനാൽ ഞാൻ ശനിയാഴ്ച ദിവസമാണ് എൻ്റെ സ്വസ്ഥത, എൻ്റെ ആരാധന ദിവസം. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കുന്ന ഈ വചനം കൊണ്ടു നടക്കുന്ന ഏതൊരാളായാലും ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുക തന്നെ വേണം. ദൈവരാജ്യത്തെ
അവിടെ ഒരുക്കിയിരിക്കുന്ന ആ പദ്ധതി, ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ, ആ കോട്ടയ്ക്കകത്ത് നിത്യം ഒരു ജീവിതമുണ്ട്. ഈ ആത്മാവിന് ഒരുക്കിയിരിക്കുന്ന ഒരു ശരീരം, ഈ ശരീരം മാറ്റപ്പെടുമ്പോൾ നമുക്ക് ഒരു ശരീരം അവിടെ ഒരുക്കിയിരിക്കുന്നു. അത് തേജസ്സാകുന്ന ഒരു ശരീരം പ്രാപിപ്പാൻ എല്ലാവരും ഉത്സാഹിക്കുക, ഈ വചനം അനുസരിക്കുക. ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.